CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി ആർ നാസർ തുടരും. 46 അംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങൾ. ഷാജഹാനുണ്ട് വിശദാംശങ്ങളുമായി. ഷാജഹാൻ, ആർ നാസർ ജില്ലാ സെക്രട്ടറിയായി തന്നെ തുടരും. ഇപ്പോൾ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങൾ കൂടിയുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ. ഷാജഹാൻ, കേൾക്കാമെങ്കിൽ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറിയായി ആർ നാസർ തുടരും എന്ന തീരുമാനം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ 46 അംഗ ജില്ലാ കമ്മിറ്റിയാണ് സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുത്ത ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ 4 പേർ പുതുമുഖങ്ങളാണ്. ആരൊക്കെയാണ് ഈ പുതുമുഖങ്ങൾ? ഒപ്പം തന്നെ കമ്മിറ്റിയിലെടുത്ത മറ്റ് തീരുമാനങ്ങൾ. ജില്ലാ സെക്രട്ടറിയായ ആർ നാസർ തന്നെ തുടരുകയാണല്ലോ, ആ വിവരം കൂടി. ശരി, CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിന് ശേഷമാണ് ഇപ്പോൾ സെക്രട്ടറിയായി ആർ നാസർ തന്നെ തുടരും എന്ന തീരുമാനത്തിലേക്ക് ജില്ലാ സമ്മേളനം എത്തുന്നത്. ഒപ്പം തന്നെ 46 അംഗ ജില്ലാ കമ്മിറ്റി കൂടി തിരഞ്ഞെടുത്തു എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ 4 പേർ പുതുമുഖങ്ങളാണ്. ഈ 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 4 പേർ പുതുമുഖങ്ങളാണ് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇദ്ദേഹം വീണ്ടും ആർ നാസർ ജില്ലാ സെക്രട്ടറിയായി തുടരുകയാണ്. നമുക്കറിയാം, ആർ നാസറിനെ പറ്റി പറയുകയാണെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടടക്കം ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ആലപ്പുഴയിൽ സമഗ്രമായ രീതിയിൽ പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ താഴേക്കിടയിൽ നിന്നും അദ്ദേഹം പലവിധ സ്ഥാനങ്ങൾ, പാർട്ടി ഏൽപ്പിച്ച പലവിധ ദൗത്യങ്ങൾ കൃത്യമായി ഏറ്റെടുക്കുകയും തുടർന്ന് അദ്ദേഹം ഈ ജില്ലാ സെക്രട്ടറി എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു വരികയുമായിരുന്നു. ഇപ്പോൾ 3ാം തവണയാണ് ഇദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒപ്പം തന്നെ നമുക്കറിയാം, ഇദ്ദേഹം ചെറുപ്രായം മുതൽ SFIയുടെ പ്രവർത്തനത്തിലൂടെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തി. പിന്നെ 2018 അദ്ദേഹം ആദ്യമായി ആർ നാസറിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങിയ നാസർ പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയിലെ നേതൃനിരയിലെ വളരെ പ്രമുഖനായി മാറി. പതിറ്റാണ്ടുകൾ നീണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനൊടുവിലാണ് ഇദ്ദേഹം CPMൻ്റെ ഈ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ അമരക്കാരനായി മാറുന്നത്. എന്തായാലും അദ്ദേഹം സ്ഥാനത്തിരിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായ നിലപാടുകൾ, രാഷ്ട്രീയ തീരുമാനങ്ങൾ, പ്രതികരണങ്ങളൊക്കെ അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നൽകി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് ഈ നടന്ന ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി തന്നെ തുടരും എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ 46 അംഗ ജില്ലാ കമ്മിറ്റിയെ കൂടി സമ്മേളനത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങൾ കൂടി ജില്ലാ കമ്മിറ്റിയിലുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ തന്നെ ഷാജഹാൻ നമ്മളോടൊപ്പം ചേരും. എന്തായാലും ഇന്ന് വൈകിട്ട് ഈ ജില്ലാ കമ്മിറ്റി സമാപിക്കും. ജില്ലാ കമ്മിറ്റി സമാപിക്കുന്നതിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ അവിടെ പൂർത്തിയായിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോകാനായി പ്രതിനിധികളെ അടക്കം ഈ നടന്ന ജില്ലാ സമ്മേളനത്തിൽ തീരുമാനമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഷാജഹാൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷാജഹാൻ, വീണ്ടും ആർ നാസർ ജില്ലാ സെക്രട്ടറിയായി തുടരുകയാണ്. ഒപ്പം തന്നെ 46 അംഗ ജില്ലാ കമ്മിറ്റിയെ കൂടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ 4 പേർ പുതുമുഖങ്ങളാണ്. ആരൊക്കെയാണ് പുതുമുഖങ്ങൾ? ഒപ്പം ഇന്ന് നടന്ന സമ്മേളനത്തിലെ മറ്റ് വിശദാംശങ്ങൾ കൂടി. നന്ദു, 46 അംഗ കമ്മിറ്റിയാണ് പുതുതായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി 3ാം തവണയും നാസർ തന്നെയായിട്ട് ഏകകണ്ഠമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 28 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളുമുണ്ട്. കായംകുളത്ത് നിന്നുള്ള പ്രതിഭാഹരി, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ 4 പുതിയ അംഗങ്ങളാണുള്ളത്. അങ്ങനെയാണ് മൊത്തത്തിൽ ഏതാണ്ട് 46 പേരുടെ ലിസ്റ്റ് പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അല്പസമയം മുൻപാണ്
അല്പസമയം മുൻപാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയും അതിനുശേഷം പുതിയ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. എന്തായാലും സംസ്ഥാന സമ്മേളന പ്രതിനിധികളടക്കം പുതിയ ഭാരവാഹികളെയൊക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. വളരെ സമാധാനപരമായി, അതോടൊപ്പം തന്നെ മറ്റ് യാതൊരുവിധ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പോലെയുള്ള വിവാദങ്ങൾക്കൊന്നും വഴി നൽകാതെ വളരെ ഭംഗിയായിട്ടാണ് ഇത്തവണയും ജില്ലാ സമ്മേളനത്തിൻ്റെ പുതിയ ഭാരവാഹികളെ അടക്കം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 46 ജില്ലാ കമ്മിറ്റി, അത് ജില്ലാ സെക്രട്ടറിയായിട്ട് ആർ നാസർ തന്നെ തുടരും. നാസർ 3ാമത്തെ തവണയാണ് ജില്ലാ സെക്രട്ടറിയായിട്ട് വരുന്നത്. ഏകകണ്ഠമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. 28 സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് സമാപന സമ്മേളനം നടക്കുന്നത്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ മുൻപായിട്ട് ബഹുജന റാലിയും അതോടൊപ്പം തന്നെ പുതിയ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള ആർ നാസർ അധ്യക്ഷത വഹിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം നടക്കും. ഇതോടൊപ്പം തന്നെ ഏതാണ്ട് 10,000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റെഡ് വാളണ്ടിയർ പരേഡും ബഹുജന റാലിയും ഒക്കെ തന്നെ ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ഉണ്ടാകും. നന്ദു. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, ഇപ്പോൾ നമുക്കറിയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ നാസർ അദ്ദേഹം വീണ്ടും 3ാമത് തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ശക്തമായ രീതിയിൽ തന്നെ പാർട്ടി പ്രവർത്തനം നടത്തുകയും തുടർന്ന് CPM-ൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃനിരയിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും തുടരുകയാണ്. അദ്ദേഹം ഇനി തുടരുന്ന സാഹചര്യത്തിൽ കൃത്യമായ നിലപാടുകളും ഒപ്പം തന്നെ പുതിയ രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാഹചര്യം അത് മുന്നിലുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് സമ്മേളനം സമാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ഒരുക്കങ്ങളൊക്കെ ഇനി നടക്കേണ്ട സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് റെഡ് വോളണ്ടിയർ മാർച്ച് അടക്കം നടക്കുന്ന സാഹചര്യമാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ ഈ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത്, അതിൻ്റെ കൂടി വിവരങ്ങൾ നൽകിയാൽ. നന്ദു, MS അരുൺകുമാർ, അജയ് സുധീന്ദ്രൻ, U പ്രതിഭ, P രഘുനാഥ്, ഈ 4 പേരാണ് പുതുമുഖങ്ങളായിട്ട് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് 46 ജില്ലാ കമ്മിറ്റി പുതുതായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 28 സമ്മേളന പ്രതിനിധികളുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം, നമുക്കറിയാം ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുത്തു, ചർച്ചയ്ക്ക് മറുപടി നൽകി. അതോടൊപ്പം തന്നെ ഇതിനിടയിൽ കുട്ടനാട് പാക്കേജ്, അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഇതിനൊക്കെ എതിരെ, അതായത് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി പോരാട്ടം നടത്തണം, ഇത്തരത്തിലുള്ള വിവിധ പ്രമേയങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നടന്ന ജില്ലാ സമ്മേളനത്തിൽ വന്നത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഈ ഹരിപ്പാട് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രകടനത്തിനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അറിയാം, ഇത് റോഡ് സൈഡാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഗതാഗത തടസ്സത്തിനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് വളരെ കുറച്ച് പേരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ബഹുജന റാലിയും അതോടൊപ്പം തന്നെ ജില്ലയിലെ റെഡ് വാളണ്ടിയർമാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏതാണ്ട് 10,000-ഓളം പേരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റെഡ് വാളണ്ടിയർ പരേഡ് നടക്കും. അതിനുശേഷമാണ് പൊതുസമ്മേളനം നടക്കുന്നത്. സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ സെക്രട്ടറിയായിട്ട് ഇപ്പോൾ ചുമതല വീണ്ടും ഏറ്റെടുത്തിരിക്കുന്ന ആർ നാസർ അധ്യക്ഷത വഹിക്കും. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, അങ്ങനെ വലിയൊരു നീണ്ട നിര തന്നെ CPM-ൻ്റെ നീണ്ട നിര തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ സമാപന സമ്മേളനത്തിലും പങ്കെടുക്കും. 4 മണിയോടുകൂടിയായിരിക്കും സമാപന സമ്മേളനം നടക്കുക. നന്ദു.